ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒത്തിരി വേക്കൻസി നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. IB-യുടെ 10th ലെവലിലുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. തൊട്ട് മുമ്പ് ഡിഗ്രി ലെവൽ വന്നായിരുന്നു. അതുപോലെ തന്നെ NCERT വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AES-ന്റെ അറ്റോമിക് എനർജി സൊസൈറ്റി സ്കൂളിന്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നു. അതുപോലെ തന്നെ നമ്മുടെ CTET-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള KVS കേന്ദ്രീയ വിദ്യാലയ സംഘത്തിന്റെ രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിച്ച ചോദ്യത്തിന്റെ മറുപടിയായിട്ട് അതിന്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ്. ഇതിന്റെ ബാക്കിൽ നിന്ന് 1 by 1 ആയിട്ട് ഓരോന്നിനെ കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. കാരണം അതാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അതാണ് നമ്മുടെ എന്താ പറയാ നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ പ്രയോറിറ്റി എന്ന് തന്നെയാണ് വേണമെങ്കിൽ ഞാൻ പറയും. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ട് അത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ 1-2 കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങളോട് പറയാനുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് ഇതിന് അച്ചീവ് ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കാണും, ബന്ധുക്കൾ കാണും, അവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും. ഓക്കെ, ഇനി ഒരു കാര്യം പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം, നോക്കാം. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട KVS, NVS, EMRS, AES, DSSB, ചൈനീസ് സ്കൂൾ, ഇതിന്റെ എല്ലാം ഓരോന്നും അതിന്റെ യോഗ്യതയും കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഒന്നും കൂടി ജസ്റ്റ് തുടക്കത്തിലെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഇത്തരത്തിലുള്ള ഫസ്റ്റ് KVS-നെ കുറിച്ച് തന്നെ പറയാം, അല്ലെങ്കിൽ KVS NVS-നെ കുറിച്ച് തന്നെ പറയാം. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു പേടി കൊടുക്കുന്ന, അല്ലെങ്കിൽ പലരോടും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള, അതിൽ ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, ഹിന്ദിയിൽ സംസാരിക്കണം, ഇംഗ്ലീഷ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതൊക്കെ വിട്ടേക്കൂ. നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ആകൂ. ഇതിന്റെ എക്സാം വരുമ്പോൾ അതിനെ അപ്ലൈ ചെയ്യൂ. അതിനുവേണ്ടി നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചിട്ട് നമ്മുടെ CBT ഫസ്റ്റ് തിയറി എക്സാം നന്നായിട്ട് അപ്പിയർ ചെയ്യൂ. അതിനുശേഷമല്ലേ നിങ്ങളുടെ ഇന്റർവ്യൂവും കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാം വരുന്നത്. ഓക്കെ, അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യൂ. ബാക്കി ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും, അത് കിട്ടിക്കോളും. ദയവായിട്ട് ആ ഒരു കാര്യം ആദ്യമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. അത്രേ ഉള്ളൂ. ഇതില് ഭീകരമായിട്ടുള്ള ഇംഗ്ലീഷോ ഹിന്ദിയോ കാര്യങ്ങളൊന്നും, നിങ്ങൾ ടീച്ചേഴ്സിന് അറിയാം എത്രത്തോളം ലാംഗ്വേജ് എഫിഷ്യൻസി വേണമെന്നുള്ളത്. ഓക്കെ, ഒരു കാര്യം, ടീച്ചർ ആകുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവുക, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ തിരിച്ചുത്തരം നൽകുവാൻ പ്രാപ്തമാവുക എന്നുള്ളതാണ് ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ലാംഗ്വേജുമായിട്ട്, ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വൈഗോട്സ്കിയും നോം ചോംസ്കി ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ബേജാറായിട്ട് ഇതിൽ പഠിക്കാതിരിക്കുകയോ അപ്പിയർ ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. ഓക്കെ, ബൾക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ഇതിൽ വരുന്നത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും. അപ്പം 16,000 സംതിങ് വേക്കൻസി, അതായത് 17,000-ഓളം വേക്കൻസീസ് രാജ്യസഭ നോട്ടീസ് ചെയ്തിട്ട് ഓരോ സ്റ്റേറ്റ് വൈഡായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ അപ്പിയർ ചെയ്യുകയും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക, എന്നിട്ട് ഇത് എഴുതുക. ഓക്കെ, എന്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ സ്റ്റേറ്റിന്റെക്കാളും 100 ഇരട്ടി വേക്കൻസി, 100 ഇരട്ടി എളുപ്പമാണ് ഇത്തരത്തിലുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യുന്നതിനുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യമാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ KVS, NVS, EMRS, AES ഇതിന്റെയൊക്കെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കാം. ഇതിന്റെ കോച്ചിങ് കൂടാതെ RRB-ന്റെ കോച്ചിങ് ഓൺഗോയിങ് ആണ്. CTET, KTET, അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ് ഇതിന്റെയൊക്കെ അഡ്മിഷൻസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇത്രയും നേരം പറഞ്ഞ സമയം കളഞ്ഞതല്ല, നിങ്ങളെ പേടി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി.
നിങ്ങൾ സാധാരണ HSAക്കോ HSSTക്കോ LPUPക്കോ പഠിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളേ ഉള്ളൂ, വേറെ ഒന്നും ഇതിലില്ല. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോ പിന്നെ ഇതിലുള്ളൊരു മേന്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു വളരെ ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൾക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ട്രൈ ചെയ്താൽ തന്നെ കിട്ടാവുന്ന ലെവലിലേക്ക് എത്തുന്ന തരത്തിൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പൊ ഇപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. ജസ്റ്റ് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ രാജ്യസഭ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് എന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഏകദേശം 17,000-ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള NBS അതുപോലെ തന്നെ KVS സ്കൂളുകളുടെ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട്, ടീച്ചിങ് പോസ്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതില് ആദ്യമായിട്ട് പറയേണ്ടത്, അതായത് ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് ഇറക്കിയിട്ടുള്ളത്. പരീക്ഷ വിളിക്കുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് വൈസ് അല്ല അപ്ലൈ ചെയ്യേണ്ടത്, കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യുക. ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഇതിന്റെ എക്സാം പാറ്റേൺസ്, എക്സാം രീതി പലർക്കും അറിഞ്ഞുകൂടായിരിക്കും. മുൻപ് പല വീഡിയോസിലും ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ചാനലില്. ഓക്കെ, ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവുകയും കൂടെ ചെയ്യുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പം ഓരോ സ്ഥലം, ആൻഡമാൻ നിക്കോബാർസ്, അതില് നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് രണ്ടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റേറ്റ് വീടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അതില് ടോട്ടൽ കേരളയിലേക്ക് വരുമ്പോൾ KVSൽ 356, NVSൽ 108. കേരളം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് കേരളം മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ. തൊട്ട് മുകളിൽ കർണാടക നോക്കി കഴിഞ്ഞാൽ 542, 184, അങ്ങനെ മൊത്തം കൂടിയാണ് 16,700 സംതിങ് വേക്കൻസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സം ടോട്ടൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയും വേക്കൻസി. അപ്പൊ ഇത് ഈ ഒരു സാധനം, ഈ ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഓക്കെ, അവർ കൊടുത്തിരിക്കുന്ന, ഓക്കെ, അപ്പൊ രാജ്യസഭയുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട്, അതായത് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, നമുക്കറിയാം, നമ്മൾ ഭരണഘടന പഠിക്കുമ്പോൾ, രാജ്യസഭയും ലോകസഭയൊക്കെ പഠിക്കുമ്പോൾ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസും അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയും. അപ്പൊ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം നമ്പർ 349. അപ്പൊ വേക്കന്റ് ടീച്ചിങ് പൊസിഷൻസ് ഓഫ് NVS ആൻഡ് KVS. അപ്പൊ അതിനുള്ള മറുപടി ആയിട്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ശ്രീ അജയ് മാക്കാൻ അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള KVS ആൻഡ് NVSന്റെ വേക്കൻസീസ്, അതിൽ മൊത്തം കൂടി പറഞ്ഞിരിക്കുന്നത് KVSൽ ടോട്ടൽ ആയിട്ട് ടീച്ചിങ് 7,765, നോൺ ടീച്ചിങ് 1,617, NVS നോൺ ടീച്ചിങ് 4,321, ടീച്ചിങ് 3,056. അപ്പൊ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ 7,000 സംതിങ് വേക്കൻസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉടനെ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ, ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഒക്കെ തന്നെ നമ്മുടെ ഈ വേക്കൻസി നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതാണ്. അതായത് KVSഉം NVSഉം അതിനെ തുടർന്ന് തന്നെ ഞാൻ EMRSന്റെ പറഞ്ഞു 10,000-ഓളം വേക്കൻസീസ് 2.0 EMRS ഉടനെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ AESന്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതും ഉടനെ വിളിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഏകദേശം അടുത്തടുത്ത് വിളിക്കുകയും അടുത്തടുത്ത് എക്സാം വരികയും ചെയ്യും. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ KVSന് പഠിച്ചാൽ തന്നെ ഈ ബാക്കി 4 എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാം സെയിം സിലബസ് ആൻഡ് സ്ട്രക്ചർ ആൻഡ് പാറ്റേൺസ്. ബട്ട് അതിന്റെ നെഗറ്റീവ് മാർക്കിങ്ങോ അല്ലെങ്കിൽ അതിന്റെ സ്കോറോ ഒക്കെ മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. ആ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ നോക്കി പോവാം. അത് നിങ്ങൾക്കൊരു തെളിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചതും ഞാൻ കാണിച്ചു തന്നു. ഓക്കെ, ഇനി നമുക്ക് KVSന്റെ PRTയിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം 180 മാർക്കിനാണ് പാർട്ട് 1, 2, 3, 4
അങ്ങനെയുണ്ട്. പാർട്ട് 1 എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് ആണ്, 10 മാർക്കാണ്. അതുപോലെ തന്നെ ജനറൽ ഹിന്ദി 10 മാർക്ക്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, റീസണിംഗ് എബിലിറ്റി 5 മാർക്ക്, കമ്പ്യൂട്ടർ എഫിഷ്യൻസി 5 മാർക്ക്, പിന്നെ നമ്മുടെ സൈക്കോളജി പോർഷൻസ് 60 മാർക്കും, സബ്ജക്ട് കൺസേൺഡ് അതിലെല്ലാം പഠിക്കാനുണ്ട്, എല്ലാ സബ്ജക്റ്റും പഠിക്കാനുണ്ട്. PRT ആകുമ്പോഴത്തേക്ക് 80 മാർക്ക്, അങ്ങനെയാണ് 180 മാർക്ക് വരുന്നത് PRTക്ക്. ഓക്കെ, ഇനി അടുത്തത് TGT ആൻഡ് PGT വരുമ്പോഴത്തേക്കും ഈ 180 മാർക്ക് തന്നെയാണ്. അതിൽ TGTയിലേക്ക് വരുമ്പോഴത്തേക്ക് TGT പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്ക് പാർട്ട് 1 ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, ജനറൽ ഹിന്ദി 10 മാർക്ക്, കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ നോളജ് 10 മാർക്ക്, റീസണിംഗ് എബിലിറ്റി 5, കമ്പ്യൂട്ടർ ലിറ്ററസി 5, നമ്മളെ സൈക്കോളജി പോർഷൻസ് 40, സബ്ജക്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് ആ സബ്ജക്റ്റിൽ 100 മാർക്ക്, അങ്ങനെ 180 മാർക്കാണ് TGT. PGTയിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ജനറൽ ഇംഗ്ലീഷ് 10, ഹിന്ദി 10, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10, റീസണിംഗ് എബിലിറ്റി 5, കമ്പ്യൂട്ടർ ലിറ്ററസി 5, സൈക്കോളജി പോർഷൻസ് 40, പാർട്ട് 4ലേക്ക് വരുമ്പോഴത്തേക്ക് സബ്ജക്ട് 100 മാർക്ക്, അങ്ങനെ 180 മാർക്കാണ് 3 മണിക്കൂർ കൊണ്ടുള്ള KVSന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. TGT, PGT ആൻഡ് PRT പറഞ്ഞു. ഇനി NVSൽ PRT ഇല്ല, TGT PGT മാത്രമാണ് ഉള്ളത്. അതിലും പാർട്ട് 6 കാറ്റഗറിയാണുള്ളത്. ഓക്കെ, അതില് TGTയിലേക്ക് വരുമ്പോഴത്തേക്ക് ജനറൽ അവയർനെസ് 10 മാർക്ക്, റീസണിംഗ് എബിലിറ്റി 10, ICT കമ്പ്യൂട്ടർ 10, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 10. ഇനി നിങ്ങളുടെ സബ്ജക്ട് ഡൊമൈൻ നോളജ്, സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള സൈക്കോളജി അങ്ങനെയുള്ള എല്ലാ കാര്യവും കൂടെ ചേർത്തിട്ട് 80 മാർക്കാണ്. ഓക്കെ, സബ്ജക്ട് പ്ലസ് സൈക്കോളജി എല്ലാം കൂടെ ചേർത്തിട്ട് 80 മാർക്ക്. TGT ആണ് പറയുന്നത്. NVS അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു സാധനമുണ്ട്, ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് എന്ന് പറയും, ക്വാളിഫയിങ്. അതായത് അതില് ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, റീജിയൻ ലാംഗ്വേജ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റീജിയൻ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുക. മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ ഭാഷകളുണ്ട്. അപ്പൊ അതില് 10 മാർക്കാണ്. ഇതിലൊക്കെ നമുക്ക് വേണ്ടത് ഒരു മിനിമം പറയുന്നില്ലെങ്കിലും എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു 40% മാർക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യണം. മിനിമം പാസ് എന്ന് പറയുന്നത് 10 മാർക്കിനാണെങ്കിൽ 4 മാർക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യണം, അത്രേ ഉള്ളൂ. PGTയിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ തന്നെയാണ്. ജനറൽ അവയർനെസ് 10 മാർക്ക്, റീസണിംഗ് എബിലിറ്റി 20, കമ്പ്യൂട്ടർ 10 മാർക്ക്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 10, സബ്ജക്ട് സ്പെസിഫിക് ആൻഡ് പ്ലസ് സൈക്കോളജിയിലുള്ള ചേർത്തിട്ട് 80 മാർക്ക് PGT എന്ന് പറയുന്നത്. ബാക്കി ഇതേപോലെ ലാംഗ്വേജ് കോമ്പറ്റൻസി എന്ന് പറയുന്നത് 20 മാർക്കിനാണ്. ഇംഗ്ലീഷും ഹിന്ദിയും 10 എന്നുള്ള കാറ്റഗറി, അങ്ങനെ 20 മാർക്ക്. അങ്ങനെ 150 മാർക്കിനാണ് NVSന്റെ സിലബസ് അല്ലെങ്കിൽ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ നിങ്ങൾ പാസ്സാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഇവിടെ മാത്രമല്ല KVS ആയാലും 40% മാർക്ക് അച്ചീവ് ചെയ്യുന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്, ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കേരള PSCക്ക് ലാസ്റ്റ് ഇടുന്ന LDCക്കോ പഠിക്കുന്ന തരത്തിലുള്ള മാത്സോ മെന്റൽ എബിലിറ്റിയോ റീസണിങ്ങോ കറണ്ട് അഫയേഴ്സോ കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ B.Edന് പഠിച്ച, TTCക്ക് പഠിച്ച, D.Edന് പഠിച്ച സൈക്കോളജി പോർഷൻസേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ അത് സബ്ജക്ട് ബേസ് ആയിട്ട് വളരെ കോൺക്രീറ്റ് ആയിട്ട് പഠിക്കും എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അത് പഠിക്കാൻ ധൈര്യമുള്ളവർ ഇതിലോട്ട് ഒരു പരീക്ഷ അപ്പിയർ ചെയ്യൂ, പരീക്ഷ എഴുതലൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് 2026 ഒരു PRTയോ ഒരു TGT ഒരു PGT ആയിട്ടോ മാറാൻ കഴിയും. വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. ഓക്കെ, അപ്പം ഒരുപാട് പേര് വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ചുള്ള ട്രാൻസ്ഫറും കാര്യങ്ങളും മറ്റും എല്ലാം കിട്ടും. സാധാരണ നമ്മൾ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം KVS 37ഓളം സ്കൂളുകളുണ്ട്, NVS ആണെങ്കിൽ 14ഓളം സ്കൂളുകളുണ്ട്, EMRSും AES ഒക്കെ 4-5 സ്കൂളുകൾ വെച്ച് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഓക്കെ, അപ്പൊ എവിടെ വേണം നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇവിടെ വേക്കൻസി ഇല്ലെന്നല്ല, വേക്കൻസി ധാരാളമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിലേക്ക്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഇതിലേക്ക് അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ. അപ്പൊ ഇത്രയും വേക്കൻസികൾ ഉണ്ട്, ഇനി വേക്കൻസികൾ വരും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, വളരെ ദീർഘിപ്പിച്ച് വീഡിയോ നീട്ടുന്നില്ല. അപ്പം ഇത് എല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ കോച്ചിങ്ങും കാര്യങ്ങളും ക്ലാസ്സും എല്ലാം ഉണ്ട്. അതിൽ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് KVSO, NVSO, EMRSO, AESO, LPUP ലോങ് ടേം, KTET, അതുപോലെ തന്നെ CTET, FA, ഫിഷറീസ് അസിസ്റ്റന്റ്, ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിച്ചു ചോദിക്കുകയോ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.